കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലാ നിയമസഭാ മണ്ഡലം വളരെ നിർണായകമാണ്. കുഞ്ഞുമാണി മത്സരിക്കും, അതായത് ജോസ് കെ മാണി അവിടെ മത്സരിക്കുമെന്ന് ആ പാർട്ടിയുടെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ 2 തവണ പറഞ്ഞു. 2 തവണയും ജോസ് കെ മാണി അതിൽ പിടികൊടുക്കാതെ സ്ലിപ്പായി മാറുന്നതാണ് കാണുന്നത്. അവിടേക്ക് ഷോൺ ജോർജ് NDAയുടെ കാൻഡിഡേറ്റായിട്ട് വരുമെന്നാണ് കേൾക്കുന്നത്. ഇന്ന് വരെ പാലായിൽ ഒരു ക്രൈസ്തവ സമുദായത്തിൽ നിന്നൊരാൾ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ല. നിലവിൽ മാണി സി കാപ്പൻ അവിടെ വിജയിച്ച് കയറിയതാണ്. മാണി സി കാപ്പൻ വിജയിച്ചത് ജോസ് കെ മാണിയോടുള്ള എതിർപ്പ് കൊണ്ടാണെന്നും പറയപ്പെടുന്നു. മാത്രമല്ല, ഈ പാലായിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വ്യാപനം കൂടുതലായിട്ട് വരുന്നതാണ്. അവിടുത്തെ പാലാ ബിഷപ്പിനെ തടയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായമാണ് എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പാലാ ടൗണിൽ പോലും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇസ്ലാം മതത്തിൽപ്പെട്ടവരുടെ കടന്നുകയറ്റമുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ 50% ക്രൈസ്തവരും 50% ഹിന്ദു മതത്തിൽപ്പെട്ടവരും ഉണ്ട് എന്ന് കരുതപ്പെടുന്ന പാലാ നിയമസഭാ മണ്ഡലം ഒരു നിർണായകമായ ചർച്ചാ വിഷയമാകുമോ? അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ഷോൺ ജോർജിന് അനുകൂലമായൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ ചർച്ച് സഭ ആരുടെ കൂടെ നിൽക്കും, അതൊരു പ്രശ്നമാണ്. സഭയെ വെല്ലുവിളിച്ച് ഒരാൾക്ക് മത്സരിക്കരുതോ എന്ന് ചോദിച്ച് മത്സരിക്കുകയൊക്കെ ചെയ്യാം. KM മാണി മത്സരിച്ചിട്ടുമുണ്ട്. 1977 കത്തോലിക്ക സഭയെ വെല്ലുവിളിച്ചാണ് KM മാണി പാലയിൽ മത്സരിക്കുന്നത്. സഭയുടെ അന്നത്തെ ബിഷപ്പ് വയലിൽ പിതാവ് സെബാസ്റ്റ്യൻ വയൽ, ഡെപ്യൂട്ടി അസിസ്റ്റൻ്റ് ബിഷപ്പ് പള്ളിക്കാപ്പറമ്പൻ, ജോസഫ് പള്ളിക്കാപ്പറമ്പൻ, ആ പേര് പള്ളിക്കാപ്പറമ്പനാണ്. ഇവർ ഓപ്പൺ ജീപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് പിടിച്ചു സഭ പാലയിൽ. എന്നിട്ട് മാണി 3000 വോട്ടിന് ജയിച്ചു. അപ്പം മാണി മാത്രമാണ് സക്സസ്ഫുള്ളി സഭയെ ചലഞ്ച് ചെയ്ത ഒരു മനുഷ്യൻ. അതേസമയം സഭയുമായിട്ട് വളരെ അടുപ്പം പാലിച്ച ആളും മാണി തന്നെയാണ്. മാണിക്ക് രണ്ടും അറിയാമായിരുന്നു. ആ സാമർഥ്യമൊന്നും, അതിൻ്റെ നാലയിൽ വക്കത്തുള്ള സാമർഥ്യമൊന്നും ജോസ് കെ മാണിക്ക് ഇല്ല. പാവം. KM മാണി ജീവിച്ചിരുന്നപ്പോൾ KM മാണിയെ NDAയിലേക്ക് എടുക്കാമായിരുന്നു. അത് BJP ചെയ്തൊരു മണ്ടത്തരമാണ്. KM മാണി ആർക്കും വേണ്ടാതെയായില്ല. കോഴമാണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഞാൻ വയസ്സുകാലത്ത് ലോ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ ചെറിയൊരു നോട്ട് എഴുതി എൻ്റെ അധ്യാപകന് കൊടുത്തു. സാർ, ഇത് KM മാണിയുടെ കേസിനെ പറ്റി എൻ്റെ ഒരു വിലയിരുത്തലാണ്, സാർ നോക്കിയിട്ട് പറയണം. സാർ പറഞ്ഞു നാളെ പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു നാളെയും മറ്റന്നാളെയും എനിക്ക് തിരക്കുന്നു, കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വക്കീലൊന്നും പഠിക്കുന്നില്ലേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ സാറിനോട് പറഞ്ഞു, 1ാം തരം ആർഗ്യുമെൻ്റാണ്, മാണി ഈ കേസിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ലോ കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിയമം കുറേയധികം എനിക്കറിയാം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റൊന്നും KM മാണിക്കെതിരെ നിൽക്കില്ല. വെറുതെ ഒരു പ്രചരണമായിരുന്നു, വെറും വെറുതെ ഒരു പ്രചരണം. എല്ലാവരും വിട്ടുകളഞ്ഞു. ഉമ്മൻചാണ്ടി അതിനകത്ത് വലിയൊരു പ്രതിയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, KM മാണി ഇടതുപക്ഷത്തേക്ക് പോകും എന്നൊരു ധാരണ വന്നു. ഒരുപക്ഷെ പോകാൻ KM മാണി മോഹിച്ച് കാണും. ഇടതുപക്ഷത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം, എന്തോ ഒരു കുന്തം, അതിനോട് ചേർന്ന് സാംസ്കാരിക സമ്മേളനം നടക്കും. ഈ സാംസ്കാരിക സമ്മേളനത്തിലാണ് കാല് മാറാൻ പറ്റിയ ആൾക്കാരെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നത്. അങ്ങനെ അവർ KM മാണിയെ വിളിച്ചു. KM മാണിയോട് പോയി പ്രസംഗിച്ചു. ഇപ്പം KM മാണി ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്നൊരു ചിന്തയും വർത്തമാനവും ഒക്കെ ഉണ്ടായി. അതിൻ്റെ പേരിലാണ് KM മാണിയെ എല്ലാവരും കൂടെ നാറ്റിച്ചത്. എന്തുമായിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞുപോയി. KM മാണി സ്വർഗസ്ഥനായി, എല്ലാം കഴിഞ്ഞു.
ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനുകൂലമായ ഒരു നിലപാട് സഭയ്ക്ക് എടുക്കേണ്ടി വരും. അത് സഭയുടെയും കൂടെ ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് പാലായിൽ സഭാതർക്കത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇടപെട്ടു എന്നൊരു വാർത്ത കണ്ടിരുന്നു. അതെ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റീച്ച് എവിടം വരെ എത്തി എന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ സിനിജിയോട് പറഞ്ഞില്ലേ ഈ പാലയെ മുസ്ലിങ്ങൾ എൻസർക്കിൾ ചെയ്യുന്ന കാര്യം. അതെ. പാലയിലെ സുഹൃത്തിനെ ഞാൻ വിളിച്ച് ആദ്യം പറഞ്ഞപ്പോൾ അവൻ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചു. പക്ഷേ 4-5 വർഷം കഴിഞ്ഞപ്പോൾ അതേ സുഹൃത്ത് എന്നെ വിളിച്ചു, നീ പറഞ്ഞത് ശരിയായിരുന്നു. അത് പാലയിൽ പോയാൽ അന്ന് തന്നെ കാണാമായിരുന്നു. ഇപ്പോഴല്ല, ഒരു 10-15 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. നിഷ്പക്ഷരായ ആളുകൾക്ക് ഈ ഡെമോഗ്രാഫിക് ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഡെമോഗ്രാഫി മാറുന്നത് എനിക്ക് അറിയാൻ പ്രയാസമാണ്. സിനിജി വരുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ കണ്ട കടയല്ല കട, അന്തരീക്ഷം മാറിയിരിക്കുന്നു. എന്നെ സമയത്തോളം വളരെ പതുക്കെയാണ് ഇത് മാറുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പഴയ കൂട്ടുകാരനെ കാണുമ്പോൾ നിനക്ക് കഷണ്ടി കയറിയല്ലോടാ, അവനും അപ്പോഴാണ് അവനറിയുന്നത് അവന് കഷണ്ടി കയറിയുന്നത്. കാരണം ഈ കഷണ്ടി വളരെ പതുക്കെയാണ്, ഇൻക്രിമെൻ്റലായിട്ടാണ് കയറുന്നത്. അപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമുക്ക് കഷണ്ടി കയറിയുന്നത്. ബട്ട് ഒരു 5 കൊല്ലത്തെ ഗ്യാപ്പിൽ നമ്മളെ കാണുന്ന നമ്മുടെ സുഹൃത്ത് പറയും, എന്താടാ ഇത് എന്ന് ചോദിക്കും. ഇതാണ്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ഇതുപോലെയാണ്, അറിയില്ല. അങ്ങനെ മെല്ലെ അത് മാറിയത്. പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പെട്ടെന്നൊരു ദിവസം പാല ബിഷപ്പിൻ്റെ വസതിയിലേക്ക് മാർച്ച് ചെയ്തപ്പോഴാണ് ക്രിസ്ത്യാനികൾ ഞെട്ടിപ്പോയത്. എന്നാൽ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ടിനെതിരെ ഇട്ട FIR പിണറായി വിജയൻ ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഉണ്ട് FIR. അതിങ്ങനെ ഡെമോക്രാസിൻ്റെ വാള് പോലെ പാലാ ബിഷപ്പിൻ്റെ തലയിൽ നിൽക്കുന്നുണ്ട്. ഈ FIR ക്ലോസ് ചെയ്യണം എന്നുള്ളതായിരിക്കണം ഷോൺ ജോർജിൻ്റെ ആദ്യത്തെ ആവശ്യം. ഞാൻ ഈ സഭയെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഷോൺ കൂടെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവനല്ല. അങ്ങനെ ചെയ്യുകയും ചെയ്തു. സത്യം പറഞ്ഞ് വോട്ട് പിടിക്കാം. കേരളത്തിൽ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സത്യം പറഞ്ഞ് വോട്ട് പിടിക്കാം, കള്ളം പറയുന്ന കാര്യമില്ല. പ്രത്യേകിച്ചും PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കള്ളം പറയില്ല. നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, കേരള രാഷ്ട്രീയത്തിൽ കള്ളം പറയാത്തൊരു മനുഷ്യനാണ് PC ജോർജ്. സത്യം മുഴുവൻ പറഞ്ഞില്ല എന്ന് വരും. കാരണം അത് ആർക്കെങ്കിലുമൊക്കെ അസൗകര്യമാകുമോ, മാനനഷ്ടം ഉണ്ടാകുമോ, പ്രയാസമാകുമോ എന്ന് വിചാരിച്ചിട്ട് ചില സത്യങ്ങൾ പറയാതെ വയ്ക്കും. പക്ഷെ പറഞ്ഞത് സത്യമായിരിക്കും. അത് ജോർജിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഗുണം ഷോൺ ജോർജിനുണ്ട്. ഷോൺ ജോർജ് അനാവശ്യമായിട്ട് വീമ്പടിക്കാറില്ല. കൂടെ പത്രസമ്മേളനം നടത്താറില്ല. കൂടെ പ്രസ്താവന ഇറക്കാറില്ല. ഒരു പ്രസ്താവന ടൈപ്പ് ചെയ്തിട്ട് സകല പത്രങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ ഇതിനൊന്നും പോകാറില്ല. കോൺട്രവേഴ്സിയിൽ ഷോൺ ജോർജ് പെടാറില്ല. അച്ഛൻ പോയി പെടാറുണ്ട്, പക്ഷേ ഷോൺ ഇതുവരെ പെട്ടിട്ടില്ല. അതൊക്കെ ഷോണിൻ്റെ പോസിറ്റീവ് ഗുണങ്ങളാണ്. ഷോൺ ആരെയും തീക്ഷ്ണമായിട്ട് വിമർശിക്കാറില്ല. ഏറ്റവും തീക്ഷ്ണമായിട്ട് വിമർശിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെയാണ്. ബാക്കി ആരെയും CPM പോലും വിമർശിക്കും എന്നുള്ളതല്ലാതെ ആ ഭാഷ ഒരു സ്റ്റാൻഡേർഡിൽ നിർത്തും ഷോൺ. അക്കാര്യത്തിൽ അച്ഛൻ്റെ വാക്കുകളുടെ മൂർച്ച പോലും ഷോണിൻ്റെ വാക്കുകൾക്കില്ല. അത് അളന്നു കുറിച്ച് തൂക്കിയൊക്കെയാണ് ഷോൺ സംസാരിക്കാറുള്ളത്. അപ്പോൾ കഴിയാവുന്ന ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന ഒരു ക്വാളിറ്റി ഷോൺ ജോർജിനുണ്ട്. ഇപ്പുറത്ത് അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയില്ല. ഇപ്പം ജോസ് കെ മാണി കത്തോലിക്കനാണ്. ബട്ട് സംഹൗ ഈ മാണി സാറിനെ കോഴമാണി എന്ന് വിളിക്കുകയും മാണി സാറിൻ്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും മാണി സാറ് ബജറ്റ് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉന്തും തള്ളും നടത്തി
അതിനിടയ്ക്ക് സിനിജി ആ സീൻ ഓർക്കുന്നുണ്ടോ? മുണ്ടൊക്കെ മടക്കി കുത്തി. ബജറ്റിൻ്റെ ആ പെട്ടിയുമായിട്ട് മാണി സാർ തിങ്ങിഞ്ഞിറങ്ങി മറ്റേ എംഎൽഎമാരുടെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങ് പോയിട്ട് 2 വാക്ക് പറഞ്ഞ് ബജറ്റ് അവതരിപ്പിച്ചു എന്ന് വരുത്തി. അതെ. അങ്ങനെ ദ്രോഹിച്ച LDFിൻ്റെ കൂടെ ഒരു മടിയുമില്ലാതെ LDFിൻ്റെ ഭാഗത്തുനിന്നൊരു സോറി പോലും ഡിമാൻഡ് ചെയ്യാതെ അവരുടെ തിണയ്ക്ക് പോയിരുന്ന് കഞ്ഞി കുടിച്ച ആളാണ് ജോസ് കെ മാണി. അത് സ്വന്തം അച്ഛനോട് ഒരു മകൻ ആ നന്ദികേട് ചെയ്യാൻ പാടില്ല. ശരി, രാഷ്ട്രീയമാണ്, നിങ്ങളൊരു നിലപാടെടുത്തു, അതിൽ ഉന്തും തള്ളും ഉണ്ടായി, ഇതൊക്കെ ചെയ്തു. ബട്ട് ഒരു സോറി, ഒരു അപ്പോളജി പറയണ്ടേ? കെ എം മാണിയെപ്പറ്റി ഞങ്ങൾ അന്ന് നടത്തിയ വിലയിരുത്തൽ തെറ്റാണ് എന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. എത്രയോ തെറ്റുകൾ പാർട്ടി 5, 10, 50 വർഷം കഴിയുമ്പോൾ സമ്മതിക്കാറുണ്ട്. അതെ. ഇതുകൂടെ സമ്മതിക്കാമായിരുന്നു. ജോസ് കെ മാണിക്ക് ഈ ഒരു കണ്ടീഷൻ വയ്ക്കാമായിരുന്നു. നിങ്ങൾ പരസ്യമായിട്ട് എൻ്റെ അച്ഛനെ ദ്രോഹിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയണം. മാപ്പ് പറയുകയും തലകുത്തി നീക്കുകയൊന്നും വേണ്ട. ബട്ട് യു മസ്റ്റ് അക്നോളജ് ദ മിസ്റ്റേക്ക്, ദെൻ വി വിൽ ഹാവ് ആൻ അലയൻസ്. ഇതുപോലും ജോസ് കെ മാണി പറഞ്ഞില്ല. അത് ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഗുരുത്തക്കേടാണ്. ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണിയെ കുറച്ച് സീറ്റ് ഇപ്പോൾ അങ്ങ് വലുതാകും എന്ന് വിചാരിച്ചു. ബൈബിളിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തും. ജോസ് കെ മാണിയെ ദൈവം ഒന്ന് പന പോലെ വളർത്തി, തളർത്തി. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേൾക്കുന്നു, എനിക്ക് റോഷി അഗസ്റ്റിനായിട്ടൊന്നും അടുപ്പൊന്നുമില്ല കേട്ടോ. റോഷി അഗസ്റ്റിൻ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച്, അതിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ കേരള കോൺഗ്രസിൽ നേരത്തെ മുതൽ അങ്ങനെയാണ്. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു അധികാരസ്ഥാനമാണ്. പാർട്ടി ചെയർമാൻ ബൈപ്പാസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും പാർട്ടി ചെയർമാനും മന്ത്രിയും ഒന്നാകുന്നത്. അതല്ല, അത് 2 സ്ഥാനം ഒരേപോലെ വഹിച്ചൂടാന്നൊക്കെ പറയും. ഇതൊക്കെയാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം. കേരള കോൺഗ്രസിൽ ജോസ് കെ മാണി ചെയർമാനാണ്, റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ്. മന്ത്രിയുടെ ഒരു ഗ്രൂപ്പ്, ചെയർമാൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ഇൻവേരിയബിളി ഈ ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലി ഇത് രണ്ടാകും. ഇപ്പോൾ മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജോസ് കെ മാണി റോഷി അഗസ്റ്റിനെ പുറത്താക്കുമോ, അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ ഞാനാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് അവകാശപ്പെടുകയോ, 2 ചിഹ്നം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടെ ഹൈക്കോടതിയിലേക്ക് ഓടുകയോ ഒക്കെ ചെയ്യുന്ന സീൻ നമുക്ക് കാണാൻ പറ്റും. ഈ LDFിൻ്റെ റാലിക്ക് തൊട്ട് മുമ്പ് ഈ ജോസ് കെ മാണിയുടെ ഒരു മീറ്റിംഗ്, അതായത് കേരള കോൺഗ്രസ് മാണിയുടെ ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ വെച്ച് ഒരു പക്ഷേ UDFിലേക്ക് കേരള കോൺഗ്രസ് എം തിരിച്ചു പോകുന്ന ഒരു പ്രതീതി ഉണ്ടായി. ആ സമയത്താണ് റോഷി അഗസ്റ്റിനും റാന്നി MLA ആയിട്ടുള്ള പ്രമോദ് നാരായണനും പറയുന്നത് ഞങ്ങൾ LDFിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന്. അത് ഈ ജോസ് കെ മാണിയെ വല്ലാതെ അലോസപ്പെടുത്തി. മാത്രമല്ല, ഇവിടെ മത്സരിച്ചാൽ തോറ്റു പോകുന്ന ഒരു ആശങ്ക ജോസ് കെ മാണിക്കുണ്ടെങ്കിൽ ഇവിടെ തന്നെ മത്സരിക്കും. ഒരു ചെയർമാൻ, പാർട്ടി ചെയർമാൻ ധൈര്യപൂർവ്വം അവിടെ മത്സരിക്കണമെന്ന് റോഷി അഗസ്റ്റിൻ ആഗ്രഹിച്ചാൽ ഒരുപക്ഷെ ജോസ് കെ മാണി പരാജയപ്പെടുകയും വീണ്ടും റോഷി അഗസ്റ്റിൻ വിജയിച്ചു വരികയും ചെയ്താൽ പാർട്ടിയുടെ പിടി തൻ്റെ കയ്യിൽ ഒതുങ്ങുമെന്നുള്ള ചിന്തയുണ്ടാവില്ലേ? ഉണ്ടാവാം. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതെല്ലാം ഉള്ളതാണ്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ. കേരള കോൺഗ്രസ്സുകൾക്ക് പിളരാൻ വലിയ കാരണമൊന്നും വേണമെന്നില്ല. വെറും പേഴ്സണൽ റിഫ്റ്റ് മതി. അത് വെച്ചിട്ട് പാർട്ടി പ്രവർത്തിക്കളയും. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ അനൂപ് ജേക്കബ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്തിനാണ്? ഏത് മോക്ഷത്തിനാണ് കേരള കോൺഗ്രസ് അനൂപ് വിഭാഗം? ജേക്കബൊക്കെ മരിച്ചിട്ട് കാലത്ത് കേരള കോൺഗ്രസ് അനൂപ് ഒരു സീറ്റുമുണ്ട്. ഇങ്ങനെയാണ് കേരള കോൺഗ്രസിൻ്റെ ഡൈനമിക്സ്. അപ്പോൾ ഈ വീക്കായ കേരള കോൺഗ്രസ് LDFന് മാണി സി കാപ്പൻ കഴിഞ്ഞ തവണ ജയിച്ചു, ഇത്തവണ ജയിക്കും ലക്ഷണമില്ല. ആ ഒരു ഊർജവും മാണി സി കാപ്പനില്ല. ഒരു തിരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരോഗ്യം വേണം. ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ആരോഗ്യം. അതല്ലെങ്കിൽ നിങ്ങൾ അത്ര പോപ്പുലറായിരിക്കണം. ഇപ്പോൾ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ തന്നെ ഈസ് നോട്ട് ദാറ്റ് ഹെൽത്തി. നയനാർ, ഗൗരിയമ്മ ഇവരൊക്കെ
വളരെ വയസ്സായി, ആരോഗ്യം കുറവാണെങ്കിലും അവർ നേരത്തെ നിക്ഷേപിച്ച ജനപിന്തുണയുണ്ടല്ലോ, അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ പുറത്ത് കിട്ടാനായിട്ട് 2-3 പ്രസംഗങ്ങളൊക്കെ മതി. ആ അവസ്ഥയല്ല മാണി സി കാപ്പൻ്റെ, ആ അവസ്ഥ ഒട്ടുമല്ല ജോസ് കെ മാണിയുടെ. ഷോൺ ജോർജിന് ഒരു ഫ്രഷ് ഫേസാണ്. സഭയുമായിട്ട് വളരെ പെട്ടെന്ന് ഗുഡ് ടേംസിലെത്താൻ പറ്റും, കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് ഫാക്ടർ ഉള്ളതുകൊണ്ട്. പോപ്പുലർ ഫ്രണ്ടാണ് ഇവരെ കൊണ്ട് വഴക്കിടിച്ചത് എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ വാസ്തവത്തിൽ. അതെ, അത് സഭയിലെ തന്നെ കുറേ അച്ഛന്മാരെ കൂടെ അത് ഡൗൺ പ്ലേ ചെയ്യുകയാണ്. വാസ്തവത്തിൽ ഇറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ, വെരി സീരിയസ് ഇഷ്യൂ. കാരണം പോപ്പുലർ ഫ്രണ്ട് മറ്റ് സമുദായങ്ങളിലേക്കൊന്നും കയറിയിട്ടില്ല. ഈഴവരുടെ ഇടയ്ക്ക് കയറിയിട്ടില്ല, കയറാൻ പറ്റില്ല. NSSൽ കയറിയിട്ടില്ല, കയറാൻ പറ്റില്ല. പിന്നെ ജാതി ഇല്ലാത്ത ഹിന്ദു കൂട്ടായ്മയായ RSSൽ കയറാൻ പറ്റില്ല. പക്ഷെ കയറാൻ പറ്റിയത് അവർക്ക് ക്രൈസ്തവ സമുദായത്തിലാണ്. ബട്ട് ക്രിസ്ത്യാനിയല്ല അവർ മതം മാറിയിട്ടൊന്നുമില്ല. ബട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഫോഴ്സസ് സഭയുടെ നേതൃത്വത്തിലുണ്ട്. ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ കൈവെട്ടപ്പെട്ട ജോസഫ് മാഷിനെ പിരിച്ചുവിട്ട യോഗ്യന്മാരാണ് സഭയിലുള്ളത്. അത് ഇസ്ലാമുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. അപ്പം ഇതിലെ സഭയിലെ ഒരു സെക്ഷൻ എപ്പോഴും പ്രോ ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് അവരുടെ സിനഡ് കൂടി പ്രമേയം പാസ്സാക്കിയാൽ അടുത്ത മണിക്കൂറിൽ പോൾ തേലക്കാട്ട് ഇറങ്ങിയിട്ട് അത് ശരിയല്ല എന്നിട്ട് സഭാ സിനഡ് കൂടിയിട്ട് പാസ്സാക്കിയ പ്രമേയമാണ്. പോൾ തേലക്കാട്ടിന് സിനഡിലും ഇല്ല, ഒന്നുമില്ല, ഒരു സ്ഥാനവുമില്ല. കത്തോലിക്ക സഭയുടെ മുൻ വക്താവാണ് പോൾ തേലക്കാട്ട്. പക്ഷേ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്ന നിമിഷം ചാനലുകൾ ക്യാമറയുമായിട്ട് ഓടി തേലക്കാട്ട് അച്ഛൻ്റെ അടുത്ത് പോകും. അച്ഛോ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ ഇതാണ് മുസ്ലിം വിധേയത്വം. അങ്ങനെ വിധേയത്വമുള്ള കുറേ അധികം പേര് സഭയിലുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ പേര് പറയാത്തത് അവരൊന്നും എൻ്റെ സുഹൃത്തുക്കളല്ല. തേലക്കാട്ടച്ഛൻ എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് പേര് പറഞ്ഞു. കാരണം ഞാനിത് പേര് പറയുമെന്ന് അങ്ങർക്കറിയാം, അതുകൊണ്ട് ഞങ്ങളതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫാക്ടർ ഷോണിന് അനുകൂലമായ ഫാക്ടറാണ്. പിന്നെ BJPക്ക് തരക്കേടില്ല, അവർക്ക് വോട്ട് കുറവാണെങ്കിലും പാലായിൽ അവർക്ക് തരക്കേടില്ലാത്ത സംഘടനാ സംവിധാനമുണ്ട്. ഇതിനൊക്കെ ആവശ്യം ഒന്നാണില്ല, സംഘടനാ സംവിധാനം വേണമല്ലോ താഴെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതും BJPക്ക് താരതമ്യേന സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ്. ഇനി അടിക്കുറിപ്പായിട്ട് പറയാം, പാലയിൽ ഷോൺ ജോർജ് ആണോ മത്സരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും ഇപ്പോഴും തീർച്ചയില്ല. ഷോൺ ജോർജ് പാലയിൽ മത്സരിക്കും എന്നുള്ള പ്രാഥമികമായ ഒരു അസംഷനിലാണ് നമ്മൾ ഇതിങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നത്. ഷോൺ ജോർജ് പാലയിൽ മത്സരിച്ചില്ലെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ വൃഥാവിലായിപ്പോകും. നമുക്ക് കാത്തിരുന്ന് കാണാം.